ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഉണ്ടായിരുന്നു. അതിനിപ്പോൾ ഡയറ്റിനെ പറ്റി ഡീറ്റെയിൽ പറയാം. അങ്ങനെ ഫസ്റ്റ് ആദ്യമായിട്ട് ഞാൻ ഡയറ്റായിട്ട് ഫോളോ ചെയ്തപ്പോഴാണ് എൻ്റെ ബോഡി അത്രയും നാളും കിടന്നിരുന്ന ആ സ്റ്റേറ്റിൽ നിന്ന് ഒറ്റയടിക്ക് ചേഞ്ചായി. പക്ഷേ ഒരു കാര്യമുണ്ട്, പണ്ട് എനിക്ക് മസ്കുലർ ഷേപ്പ് ഭയങ്കരമായിരുന്നു. അന്നേരം ആൾക്കാരെടുത്ത് പറയും നീ ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. പക്ഷേ ഞാൻ 181 സെൻറ്റിമീറ്ററിൽ അന്ന് 59 കെ ജിയിലാണ് നിന്നിരുന്നത്. 59 കെ ജിയിൽ എനിക്ക് എപ്പോഴും ഭയങ്കര നാട്ടിൽ നമ്മുടെ ക്ലൈമറ്റിൽ എനിക്ക് എപ്പോഴും വിറയ്ക്കുമായിരുന്നു. ഞാൻ ചില സമയത്ത് എണീറ്റ് നടന്നപ്പോഴത്തേക്കും അയൺ കുറവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ പലതും ഡെഫിഷ്യൻ്റ് ആയതുകൊണ്ടായിരിക്കും. മറ്റേ തലകറങ്ങി പുറകോട്ട് വീഴുക, എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ എണീറ്റ് വരിക, അങ്ങനത്തെ സ്കീമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എപ്പോഴും പനി വരിക, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഫുഡ് കഴിക്കാത്തതിന് അവരവിടെ ചെല്ലും പറയും. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോഴോ, ഞാൻ ഒറ്റ ഇരിപ്പിന് ആ സമയത്ത് 14-15 പൊറോട്ട പറയുമ്പോൾ നിങ്ങൾ ഓർക്കും തമാശയായിരിക്കും, കുഞ്ഞി പൊറോട്ട ആയിരിക്കും. അല്ല, പക്ഷേ അങ്ങനെ കഴിക്കുമായിരുന്നു. ഒറ്റ നേരം കൊണ്ട് അങ്ങനെ കഴിക്കും, പിന്നെ കുറേ നേരം പട്ടിണി കിടക്കും, പിന്നെ ഒറ്റ നേരം വലിച്ചു വരും, പിന്നെയും കഴിക്കും. അപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ ഓർക്കും നമ്മൾ ഒത്തിരി കഴിക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് മസിൽ വെക്കുന്നില്ല. അങ്ങനെയല്ല, ലൈക്ക് എനിക്കിതിൻ്റെ രീതിയെപ്പറ്റി മനസ്സിലായി. ഞാൻ പയ്യെ അത് കഴിച്ച് തുടങ്ങിയപ്പോഴാണ്. അതുപോലെ സ്ലീപ്പ്, കോളേജിൽ പഠിക്കുമ്പോഴോ സ്കൂളിൽ പഠിക്കുമ്പോഴോ ഒക്കെ ആണെങ്കിൽ നമുക്ക് സ്ലീപ്പിനെ പറ്റി ഒന്നും അറിയേണ്ട കാര്യമില്ല. കോളേജിൽ പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഹോസ്റ്റലിലായിരുന്നു. രാത്രി വെളുപ്പാങ്കാലം ഒരു 3 മണി അല്ലെങ്കിൽ 4 മണി വരെ നമ്മൾ മിനിമിലിഷയൊക്കെ കളിച്ചിരിക്കും, അല്ലെങ്കിൽ പബ്ജിയൊക്കെ കളിച്ചിരുന്നിട്ട് നമ്മൾ പയ്യെ എണീറ്റ് ഒരു കോളേജിലോട്ട് ചെന്നിട്ട് കോളേജിൽ അവിടെ കിടന്ന് ക്ലാസ്സിന് സമയത്ത് കിടന്നുറങ്ങും, അല്ലെങ്കിൽ രാവിലെ എണീറ്റ് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ക്ലാസ്സിൽ കിടന്നുറങ്ങും. അങ്ങനെ ഭയങ്കര മെസ്ഡപ്പായിരുന്നു. ഡയറ്റ് മെസ്ഡപ്പായിരുന്നു, സ്ലീപ്പ് മെസ്ഡപ്പായിരുന്നു. പക്ഷേ ഈ ഒക്കെ ടൈമിൽ എന്നിട്ട് പോലും ഞാൻ വർക്കൗട്ട് ചെയ്യുമായിരുന്നു. എന്നെക്കൊണ്ട് പറ്റുന്ന എന്താണോ അത് ഫുള്ളി ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം വർക്കൗട്ടെന്ന് വെച്ചാൽ ഒന്നുമില്ലാതിരുന്ന സമയത്ത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ വീടിൻ്റെ ഷെയ്ഡ് അല്ലെങ്കിൽ ജനലിൻ്റെ കമ്പി, ഇനി ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ കുളിക്കാൻ കയറുമ്പോഴത്തേക്കും മറ്റേ ബക്കറ്റിലെ വെള്ളം, അതൊക്കെ മിക്കതും ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ കട്ടിലിൻ്റെ അടിയിൽ കയറി കിടന്ന് കട്ടിൽ വെച്ച് പുഷപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അതല്ലാതെ എൻ്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് സാധനങ്ങളുള്ള അലമാര. അതൊക്കെ എങ്ങനെ ചാകാതിരുന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അലമാര മൊത്തം മേളിൽ നിന്ന് ഇങ്ങനെ പിടിച്ച് വലിച്ച് മറിച്ചിട്ടിട്ട് എന്നിട്ട് അത് വെച്ച് ഞാൻ ഷോൾഡർ പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത്രയും ഇൻറ്റൻസ് ആയിട്ട് അന്ന് എനിക്ക് ബോഡി ഒന്നും ആയിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മൈൻഡ് സെറ്റ്, അതായത് ഞാനിങ്ങനെ ആയിരിക്കണം, ഞാനായിരിക്കണം ഏറ്റവും ബെസ്റ്റ്, ഞാനായിരിക്കണം ഏറ്റവും സ്ട്രെങ്ത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പഞ്ചുസ്തി ആയിരുന്നു ഏറ്റവും ഒരു സ്ട്രെങ്തിൻ്റെ ഒരു അടയാളമായിട്ടാണ് കണ്ടിരുന്നത്. അപ്പം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഞാനും വിശാഖ് എന്ന് പറഞ്ഞൊരുത്തരും, എൻ്റെ ക്ലാസ്മേറ്റ്, പിന്നെ ഒരാൾ ഞങ്ങളുടെ സീനിയർ എമിൽ എന്ന് പറഞ്ഞ ചേട്ടായി, ഞങ്ങൾ ഇത്രയും പേര് ഞാൻ ഓർക്കുന്നുണ്ട്. പഞ്ചുസ്തി